അടിപൊളി ഇടിത്തടി. വീണ്ടും 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടിയുള്ള പറയത്തില്ല 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊപ്പം ഒരു വിശിഷ്ടാതിഥി കൂടിയുണ്ട്. വിശിഷ്ടാതിഥി എന്ന് പറഞ്ഞാൽ ഈ ഓളപ്പരപ്പുകളെ നെഞ്ചിലേറ്റി തഴക്കവും പഴക്കവും വന്ന് ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമല്ല, അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ, അദ്ദേഹത്തിന്റെ ചലനങ്ങളിലെല്ലാം കുട്ടനാട് ഇങ്ങനെ തുടിച്ചു നിൽക്കുകയാണ്. വരൂ കടന്നു വരൂ. ത്തിനുള്ള ശബ്ദ സംവിധാനം ഇവിടെ. ശബ്ദം വരൂ സൂര്യ, വേഗം വരൂ. സൂര്യ മേളിൽ നല്ല സൂര്യൻ നിൽക്കുന്നുണ്ടായിരിക്കും. അവിടെ ഒരു സൂര്യൻ കത്തി നിൽക്കുന്നു, ഇവിടെ ഒരു സൂര്യ കത്തി നിൽക്കുന്നു. അപ്പോ പ്രമോദ്, സന്തോഷം. ഞാനൊരു കടുത്ത ആരാധകനാണ്. അല്ല, എനിക്ക് ഈ ഒരു സെഗ്മെന്റ് എനിക്കറിയാം. നിങ്ങൾ അങ്ങ് ഞാനൊരു കടുത്ത പനിയില്ലാന്നൊക്കെ പറയാൻ സന്തോഷം ഭയങ്കര സന്തോഷം. അയ്യോ പൊളിയല്ലേ, പൊളി. ഇന്ന് എല്ലാവരുടെയും വീടുകളിൽ ഭയങ്കര, ഞങ്ങളുടെ നാട്ടിലെ ഇപ്പൊ ഇവിടെ വരുന്ന ആളുകളെക്കാട്ട് കൂടുതൽ നിങ്ങൾ നമ്മുടെ ടിവിയുടെ ഫ്രണ്ട് ഇരിക്കുന്നവരാണ് നമ്മുടെ. കാരണം ഇവിടെ വന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചില ഭാഗങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. തുടങ്ങി നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നു, ഒപ്പം പോകുന്നു, റിസൾട്ട് ഒക്കെ ന്യൂസ് മലയാളത്തിൽ അങ്ങ് മൊത്തം അത് അങ്ങനെ വേണമല്ലോ. നമ്മുടെ പേരെങ്ങനെയുണ്ട്? അടിപൊളി ഇടിതടി. ഇടിതടി എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. ഇടിതടി പണ്ടത് വെടിതടി ബീരങ്കി വെച്ചിരുന്ന യുദ്ധത്തിന് പോകുമ്പോൾ ചുണ്ടമ്പളത്തെ ബീരങ്കി വെച്ചിരുന്ന സ്ഥലമാണ്. വെടി പോകുന്ന സ്ഥലമായതുകൊണ്ടാണ് വെടിതടി എന്നായിരുന്നു. ഇപ്പൊ ആണത് ഇടിതടിയായി ഇടിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ വള്ളത്തിലെ കളക്കാരനാണ്. അല്ലതല്ല, നല്ല പിള്ളേരൊക്കെ ഉണ്ടല്ലോ. പനി ചുമയുള്ളവരൊക്കെ ജാതമുട്ടുള്ളവരൊക്കെ വള്ളത്തെ വിളിച്ച് കയറ്റും. തീർച്ചയായും ഇതൊക്കെ ഈ ഗോദറയിലൊക്കെ തെണ്ടിപ്പോയത്. അല്ല, അത് തന്നെ തൊപ്പിയൊക്കെ വേറെ ഗുണമുണ്ട്. അകത്തുള്ളത് പുറത്ത് പോത്തൂല്ല. ഇത്തവണത്തെ കളിയെ കുറിച്ച് എന്താ പറയാ? ഇത്തവണത്തെ കളി 70ാമത് നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഉറപ്പാ, അത്ഭുതങ്ങളായിരിക്കും ഇവിടെ. ഇന്ന് നമ്മൾ ഒരിക്കലും വീണ്ടും 5ാമത് ജയിക്കാൻ നിൽക്കുക. അതെ, എല്ലാവരും നമുക്ക് അർജന്റീനയെ തോപ്പിച്ച ഇതുണ്ട്, സൗദി ഉണ്ട് ഒരു കാലത്ത്. അർജന്റീന എന്ന് പറഞ്ഞ ടീമിനെ തോപ്പിച്ചില്ല ഒരു ഒറ്റക്കളി. അപ്പോൾ ഞാനത് കഴിഞ്ഞ വർഷം ഞാനത് തന്നെ പറഞ്ഞു, അത്ഭുതങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ വർഷം 6 മൈക്രോ സെക്കൻഡിലാണ് ഇവിടെ ചമ്പക്കുളത്തിന്റെ ട്രോഫി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രവചനാതീതമാണ്. 5:30 ശേഷം പറയാം. കളിയായിട്ട് പറഞ്ഞല്ലോ, അതാണ് അതിന്റെ. ഞാൻ 6 വള്ളങ്ങളുടെ ഇത് ട്രയൽ കണ്ട. അയ്യോ, അത്ഭുതങ്ങളാണ് സംഭവിക്കും. ഭയങ്കരമായ കുറെ രഹസ്യ തന്ത്ര വിദ്യകൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത്. അതെല്ലാവരിലും കാണുമല്ലോ. പക്ഷെ അതേസമയം വേറൊരു കാര്യമാണ്, കുമരകം ടൗൺ ബോട്ട് ക്ലബും അതിഗംഭീരമായി തന്നെയാണ് അവർ നിൽക്കുന്നത്. അല്ല, അത് ഉറപ്പാണ്. ഞാൻ അറിയാതെ പിന്നെ ഇതിന് ഞാൻ പ്രവചനാതീതവും അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. വെള്ളത്തിലെ കളിയാണ്. ഈ വെള്ളത്തിന്റെ ഒഴുക്കിനെ ബാധിക്കും, അല്ലെങ്കിൽ ഒപ്പം വരുന്ന വള്ളത്തെ ബാധിക്കും. പിന്നെ ഈ നമ്മൾ 30 ദിവസമോ അല്ലെ 15 ദിവസമോ അല്ലെ 20 ദിവസമോ ഒക്കെ ട്രയൽ എടുത്ത് സാമ്പത്തികം അനുസരിച്ച് നമ്മൾ ട്രയൽ എടുത്ത് വരുന്നത്. അപ്പോൾ 30 ദിവസം ട്രയൽ എടുത്ത് വരുന്ന വള്ളത്തിൽ എല്ലാ കായികക്ഷമതയുള്ള നല്ല ടീമിനെ എടുത്ത് വെക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം കൊടുത്ത് വൃത്തിയായിട്ട് തന്നെ എല്ലാം എടുത്തിട്ട 4 കാലം വീഴുന്ന പിള്ളേരെയാണ്. പക്ഷെ മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തട്ടുകേട് ഒരു കൈ. കുറച്ച് നേരത്തെ നമ്മുടെ പ്രമോദ് ഏട്ടൻ നമ്മുടെ സഹിൻ ചേട്ടൻ പറയുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. ഇങ്ങനെ ഈ തുഴയുന്ന സമയത്ത് കൈയൊക്കെ, അതിനാണ് നമ്മൾ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ വിളിച്ച് ഈ 100 പേരോട് വിളിച്ച് താഴെ ഇറക്കുക. അല്ല, നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഫുട്ബോൾ കളിക്കുന്നത്, അല്ല എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് കളിക്കും, ബാറ്റ് ഒടിഞ്ഞു പോയി, ഒരു ബാറ്റ് കൊണ്ട് കൊടുക്കുക. ഇതായാലും അത് പറ്റിയല്ലോ, അറിയില്ലേ? ഇവിടെ സ്റ്റാർട്ടിങ് തുഴയും കൊണ്ട് വേണം ഇവിടെ അവർ വരാൻ. ഒടിഞ്ഞു പോയാൽ എന്നെ എടുക്കും. അത് മാത്രമല്ല, താഴെ പോയാലും വെള്ളത്തിൽ പോയാലും മനുഷ്യനല്ലേ. എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കാന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് അത് പ്രവചനാതീതം എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. പിന്നെ 4 ചുണ്ടമ്പള്ളം, ഇത് ഞാൻ 6 കണ്ടതിൽ എൻ്റെ 8 വള്ളം കപ്പിന് വേണ്ടി വരുന്ന ആകെപ്പാട് ഇവിടെ പറഞ്ഞത് ഇപ്പോഴുള്ളൂ. അത് ആരൊക്കെ കൊണ്ടുപോകുന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തോലെ കട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും കൊടുത്തുവിടാൻ വേണ്ടി. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ മറ്റൊരു കാര്യമുണ്ട്.
നെഹ്റുവിന് എന്റെ കളറൊക്കെ മാറ്റിയിട്ട് വേറെ കളർ അടിച്ച് ഗോൾഡൻ കളർ അടിച്ച് അത് ശരിയാ. ഞാനും കണ്ടപ്പോ നോക്കി. 70 വർഷമായി. പക്ഷെ പഴയ കളറായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല ഞാനിങ്ങനെ എന്നാലും പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. അല്ല പക്ഷെ അതായിരുന്നു നല്ലത്. അല്ല അത് മാറ്റങ്ങളുടെ ഇതിന് മാത്രമേ ഇങ്ങനെ മാറിയുള്ളൂ. ചുണ്ടൻവള്ളത്തിനല്ല പഴയ കളറിലേക്ക് വരാൻ പറഞ്ഞു. ഒരു കാര്യമുണ്ട്, നമ്മൾ എല്ലാവരും ഇത് പറയുമ്പോൾ ഇപ്പോൾ 5 തവണ കപ്പടിച്ചതാണ് കുമരകം ടൗൺ ക്ലബ്. അവര് ഇത്തവണ ഒരു കാരണവശാലും PBC ആ റെക്കോർഡ് മറികടക്കരുത് എന്നുള്ളത് കൊണ്ടുള്ള വാശിക്കാണ് അവർ വരുന്നത്. ഇപ്പുറത്ത് PBC ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പ് കൊണ്ടുപോയ കാരിച്ചാൽ ചെരിഞ്ഞ താരം കാരിച്ചാലുമായിട്ടാണ്. മോഹൻലാലും ചുണ്ടൻവള്ളത്തിലെ മോഹൻലാലാണ് കാരിച്ചാൽ. അതായത് കേരളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന് KSRTC ബസ്, ഒന്ന് കാരിച്ചാല്, വേറൊന്ന് മോഹൻലാൽ. 3 പേരും ചെരിഞ്ഞല്ലേ ആ ചെരിവ് കൊണ്ട്. ഏറ്റവും രസം KSRTC വരുന്നതാണ്. ഏറ് കൊണ്ട് പട്ടി വരുന്നല്ലോ. അതെ ഓളമല്ലേ മാറണ്ട. അപ്പം അത് തന്നെ ഇത്തവണത്തെ വള്ളംകളിയൊക്കെ നടക്കുമെന്നൊക്കെയുള്ള വലിയ ആശങ്കയിലൊക്കെ ആയിരുന്നു ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു മാസത്തിനിപ്പുറം നടത്താൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. വള്ളംകളി ഇല്ലാത്ത ഒരു വർഷം കടന്നു പോകുന്നത് വലിയ സംഘടന. 2018 വെള്ളപ്പൊക്കം പറ്റില്ലല്ലോ. അതെ അതെ. അപ്പോൾ ഇതിന് വേറെ വലിയ സത്യമാണ്. ഇത് ഈ 70ാമത് വള്ളംകളിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് ത്യാഗവും ചോദിച്ച് പിടിച്ചു മേടിച്ചായി അല്ലേ. നമ്മൾ ആ ദുഃഖത്തോട് നമ്മൾ പരിതപിക്കുന്നു. ഇന്നിപ്പോൾ അർജുൻ്റെ അടക്കാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ തീർച്ചയായിട്ടും ഈ സന്തോഷം കണ്ടോ, ഈ സന്തോഷവും ഈ ആഘോഷവും എങ്ങനെ നമ്മൾ വേണ്ട ചുരുളം തുഴയുന്നു. നിങ്ങൾ നോക്ക് എത്ര നാളത്തെ അധ്വാനം കഴിഞ്ഞ് വരുന്നതായിരിക്കും. ഈ ഒരു ഒറ്റ കാര്യത്തിന് 1150 മീറ്റർ തുഴയാനായി വരുന്നത്. കപ്പ് വേറെ, കപ്പ് രണ്ടാമത്തെ കാര്യമാണ്. ഇതിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു തുഴച്ചിൽ താരമാണെന്ന് പറയാൻ ഞാൻ ഇവിടെ തുഴഞ്ഞിട്ടുണ്ട്, ഒരുപാട് തുഴഞ്ഞിട്ടുള്ളവരാണ്. ഞാൻ ഒരു ഡ്രോൺ ഞാൻ നുണ പറഞ്ഞാണ്ട് വന്നാലും നുണയല്ല സത്യമാണ്. ഞാൻ തുഴഞ്ഞില്ല, ഞാനിവിടെ ഒരുപാട് തുഴഞ്ഞില്ല. ഞാൻ വള്ളത്തിൽ ഒറ്റ തുഴച്ചിക്കാരനായിരുന്നു. തുഴയുന്ന സമയത്ത് ആ ഒരു ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു വള്ളം കളിക്കുള്ള ഒരു തയ്യാറാകലും ആ തുഴയുന്ന സമയത്തെ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കല്ലെന്ന്. ഞാൻ വള്ളത്തെ തുഴയുന്ന സമയത്ത് ഞാൻ ഒറ്റ തുഴക്കാരനായിരുന്നു. ഇടയ്ക്ക് ഇരുന്നുണ്ട്, പുറകെ ഇരുന്നുണ്ട്, വള്ളത്തെ താളം കൊടുത്തിട്ടുണ്ട്, പാട്ടുകാരനായിരുന്നു. പങ്കായം മാത്രം പിടിച്ചില്ല. അത് ആരോഗ്യമുള്ളവർക്ക് ആണുങ്ങൾക്ക് പറ്റത്തുള്ളൂ. നല്ല ആരോഗ്യമുള്ള നല്ല കരുത്ത് അവിടെ ഭയങ്കര ചെറിയ കാര്യമാണ്. ഇത്ര കാല് വെക്കാവുന്ന രീതിയല്ലേ ഉള്ള അമരത്ത്. അവിടെ പങ്കായം പിടിച്ചോണ്ട് അയാളെക്കാട്ട് നിങ്ങളുള്ള പങ്കായം പിടിച്ചോണ്ട് സഞ്ചരിക്കുന്ന ഒരു വള്ളത്തെ കുത്തിയെറിയാന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്. അത് ഭയങ്കര പണിയാണ്. മറ്റേത് നമുക്ക് ഈ സീറ്റല്ല, നമ്മൾ ഇരിക്കുക അങ്ങോട്ട് അറിയുന്നില്ല. ഉള്ളതിൽ ഊരുള്ളവരാണ് ഈ പങ്കായത്തിൽ നിൽക്കുന്നത്. പിന്നെ ചെറിയ ആളുകളല്ലാണ്. നിങ്ങൾ നാലൊരു വള്ളം വെട്ടി നിവരുക എന്ന് പറഞ്ഞ ഒരു വള്ളപ്പാടാണ് മാറുന്നത്. വള്ളം നീന്തൽ ശക്തമായ ഫുൾ ഗിയർ, അതായത് 4ാമത്തെ ഗിയറിൽ അല്ലെങ്കിൽ ഹനുമാൻ ഗിയറിൽ വള്ളം പോകുന്ന കൂട്ടത്തിൽ പോകുന്ന കൂട്ടത്തിൽ 10 പൂട്ട് തുഴ വേണ്ട. 9 പൂട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇതല്ല ഒന്നിന്റെ ഒരു പൂട്ടെന്നാ നമ്മുടെ കുട്ടനാട്ടുകാരുടെ പക്ഷേ ഒരു പൂട്ട് തുഴയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പൂട്ട് തുഴ വെച്ച് 9 തുഴ തുഴയുമ്പോൾ ഒരു ചുണ്ടൻവള്ളത്തിന്റെ നീളം പാസ് ചെയ്താൽ അത് ഫൈനലിൽ സാധ്യത ഉള്ള വള്ളമാണ്. സ്റ്റാർട്ടിങ്ങിൽ 3:10 ആയിരിക്കും എടുക്കുന്നത്. അത് നമ്മുടെ കണക്കൂട്ടലനുസരിച്ചാണ്. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി എടുക്കാൻ ഒരു താമസം വരും. അതിനാണ് നമ്മൾ 1, 2 എന്ന് പറയുന്നത്. അല്ലാതെ അത് ഏറ്റവും ചെറിയ അക്ഷരങ്ങളല്ലേ, 1, 2 ശബ്ദങ്ങളല്ലേ. അപ്പോൾ ആ സമയം കൊണ്ട് തുഴയിട്ട് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ 10. രണ്ടാമത്തെ 10 ഗിയർ ചെറുതായിട്ട് ചെയ്യുന്നത് 1, 2, 3, 4, 5. അതൊന്നും വള്ളം തുഴയുമ്പോഴില്ല. 1, 2 ഇടിത്താളം അല്ലാതെ വേറൊരു കാര്യം ഇടിത്താളം മാത്രമേ പറ്റൂ. പക്ഷേ അതിനകത്തൊരു കണക്കിന്റെ കാര്യം പറയുന്നത് തീർച്ചയായും. ഇപ്പോൾ കുമരകക്കാരാണെങ്കിൽ 90 തുഴയിടും. അതായത് ഒരു മിനിറ്റിൽ 90 തുഴ എറിയും. ആലപ്പുഴക്കാരാണെങ്കിൽ 85 ഇടും. അപ്പുറത്ത് കൊല്ലംകാർ വന്നു കഴിഞ്ഞാൽ 75 വരും. ഇതിന്റെ താത്ത് വള്ളങ്ങളുടെ വലിയ ജയ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ ബോഡി കൊണ്ട് തുടങ്ങുന്ന തുറച്ചിട്ടുണ്ട്. 2006 മുതൽ അത് കടൽക്കുത്തെന്ന് പറഞ്ഞ ഇടിച്ച് വള്ളം പൊക്കി തുഴയുന്നത്. കുമരകക്കാരാണ് ഏറ്റവും സ്പീഡിൽ തുഴയുന്നത്. അവർ സ്റ്റാർട്ടിങ്ങിൽ 60 തുഴയാണ്. സ്റ്റാർട്ടിങ്ങിൽ 60 തുഴ. അത് വീണ്ടും നമ്മുടെ വള്ളം ഒപ്പം ഉണ്ടെങ്കിൽ 80 തുഴയായിട്ട് വർദ്ധിക്കും. 80 തുഴ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവർ സകല പണി നോക്കിയിട്ട് ഇവ കാണുന്ന ഇത് ചെറുമുറി എന്ന് പറയാം. ആ എഡ്ജ് ഇതുണ്ട് കായലിലേക്ക് ഇറങ്ങും. ഇവിടുന്ന് വെള്ളം ലൂസായി ഇങ്ങോട്ട്. അവിടെ ഒരു ടൈറ്റാണ്. കാരണം 2 സൈഡിലും വെള്ളത്തിൽ കൽക്കെട്ടുള്ളതുകൊണ്ട് 4 ചുണ്ടൻവള്ളം തുഴഞ്ഞാലും 400 വള്ളത്തിന് 400 തുഴ ഫോഴ്സ് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പിടിച്ചാലും വള്ളത്തിന് ചെറിയൊരു വലിവ്. കാരണം അങ്ങോട്ട് അപ്പുറത്ത് വലിയ കായലാണ്. ആ കായലിലേക്ക് വെള്ളം പോകുന്നുണ്ട്. 400 തുഴയ്ക്ക് ഇങ്ങനെ തുഴയുമ്പോൾ വെള്ളത്തെ ഒരു വലിയ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴല്ലോ ഇവിടെ ചെറുമുറി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ മരണ കീറ വെള്ളം ലൂസാ. അപ്പോൾ വെള്ളത്തിന് നമ്മളെ ടൈറ്റ് നടത്തുന്നത് ലൂസായി. ഇവിടുന്ന് 3 കൊടിപ്പാടേ ഉള്ളത്. ഇത് കഴിഞ്ഞാൽ ഈ കൊടിപ്പാടാണ് വിജയം നിർണ്ണയിക്കുന്നത്. ഇവിടെ അങ്ങോട്ട് കിടക്കുന്ന 100 മീറ്ററല്ലേ, ഇവിടെയാണ് അത്ഭുതം നടക്കുന്നത്. 110 തുഴ 120 തുഴയൊക്കെ തുഴയൊന്നും പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഇപ്പം അത്ര ഇല്ലെങ്കിൽ കൂടി
വെടിയും പുക ഇവിടാണ്. ഇവിടെ ആരാദ്യം തുഴ മുറുക്കുന്നു അവനിലിരിക്കും. അതെ, ഇവിടെ ഗിയർ നമുക്ക് കാണാം. നിങ്ങൾ കണ്ടോണം, പൊടി പറക്കുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഇവിടെ അപ്പൊ ഈ കൊടിപ്പാടിനിടയിൽ വെച്ചാണ് അവർ തീരുമാനിക്കുന്നത്. അത് ലീഡിംഗ് ക്യാപ്റ്റൻ ഏറ്റവും ഫ്രണ്ട് നിന്ന് വള്ളത്തിൽ നയിക്കുന്ന ലീഡിംഗ് ക്യാപ്റ്റനില്ലേ, പുള്ളിയുടെ സിഗ്നലാ. PVCയുടെ ചേട്ടൻ കണ്ടില്ലേ, മനസ്സിൽ കണ്ടില്ലേ കറക്കുന്നത്. അതൊക്കെ ഈ കറക്കുന്ന വെച്ചാൽ വള്ളം തുഴഞ്ഞു പോകുന്ന വള്ളത്തിൽ എടാ ഗോപി നീ താത്തു തൊഴാ പൊക്കി തൊഴാന്ന് പറയാൻ നിൽക്കത്തില്ല. അപ്പൊ ഇപ്പൊ സിഗ്നലുകളാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇയാൾ ഇങ്ങനെ നോക്കുന്നെങ്കിൽ ആ നോട്ടത്തിന് ബാക്കിയുള്ള 7 മൊത്തം എപ്പോഴും ചുണ്ടൻവള്ളത്തിലും കളിവള്ളങ്ങളിൽ ഒറ്റ നമ്പറിലാണ് തുഴച്ചിക്കാരും താളക്കാരും എണ്ണക്കാരും. 5 ഒറ്റത്തുഴ, 7 ഒറ്റത്തുഴ, 5 പങ്കായം, 9 നിലക്കാര്, 2 ഇടികാര്. മനസ്സിലായി? 9, 2, 11. അപ്പൊ എപ്പോഴും ഒറ്റത്തുഴയെ വരും. 9 മുതൽ 11 വരെ നിലക്കാര്. 9 അതായത് 9 താളക്കാര്, ഇടികാർ 2 പേര്, അങ്ങനെ 9 പേര്. അപ്പൊ ഇവര് ഇപ്പം റോഷൻ തിരിഞ്ഞു ഇങ്ങനെ ആയിരിക്കും 1-ാം നിലക്കാരൻ നിൽക്കുന്നത്. മനസ്സിലായി? ഇതായിരിക്കും ഇതാരും കാണത്തില്ല. അപ്പൊ പുള്ളി അപ്പൊ പിന്നെ ആ ഇടിക്കുന്ന സാധനമല്ലേ നമ്മുടെ പോലെ ഇത് ഇടിയൻ. ആ ഇടിയൻ നമ്മൾ ഇത്ര ഹൈറ്റിൽ നിന്ന് പോകുമ്പോൾ ഇതിന്റെ മാത്രങ്ങളുടെ വ്യത്യാസം വരും. ഇവര് തന്ത്രങ്ങളൊക്കെ പറയുന്നതാണ്, വെളി പറയില്ലെന്നാ പറയുന്നത്. ആരും അറിയത്തില്ലല്ലോ അല്ലേ? നമ്മൾ ആരോടും പറയത്തില്ല. അപ്പൊ ഈ ഹൈറ്റ് കൂടുന്നതനുസരിച്ചും ഹൈറ്റ് കുറയുന്നതനുസരിച്ചും എണ്ണത്തിന്റെ മാത്രങ്ങളുടെ അടുപ്പം കൂടും. മനസ്സിലായോ? ഇവിടുന്ന് ഇടിക്കുന്നതും ഇവിടുന്ന് ഇടിക്കുന്നതും വ്യത്യാസമില്ല. അതാണ്. അപ്പൊ ഇടികാരൻ വളരെ പ്രധാനപ്പെട്ട ആളാണ് അല്ലേ? വള്ളത്തിന്റെ മുന്നോട്ടുള്ള ഓരോ ആൾക്കാരും പ്രധാനപ്പെട്ടവരാ. ആവശ്യമില്ലാത്ത ഒരാളെ വിളിച്ചാൽ കയറ്റി ഇരുത്തിയിട്ട് വള്ളത്തിലുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. വള്ളം സ്റ്റാർട്ടിങ്ങിന് അങ്ങോട്ട് പിടിക്കുമ്പോൾ വള്ളത്തിൽ ഒരു തുള്ളി വെള്ളം കാണത്തില്ല. ഒരു ശകലം വെള്ളം പറ്റിച്ച് തുടച്ചെല്ലാം റെഡിയാക്കിയിട്ടിരിക്കും. വള്ളം സ്റ്റാർട്ടിങ്ങിന് ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് പ്രശ്നമില്ല. പഴയ സ്റ്റാർട്ടിങ്ങാണ് നമ്മൾ മുന്നോട്ട് ഇല്ല ഇവിടത്തില്ല പുറത്തോട്ട് വീണ്ടും. അപ്പോൾ പേടി നമ്മുടെ ആദ്യത്തോടെ നമ്മൾ കുത്തുക എന്നുള്ള നമ്മുടെ വിശ്വാസം. ഇപ്പോഴത്തെ നിശ്ചല സ്റ്റാർട്ടിങ് ആണ്ട് വലിയ കുഴപ്പമില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വെള്ളത്തിലൊരു മഞ്ഞ കളറായിരിക്കും. ഇഷ്ടം പോലെ നിങ്ങൾ ഇപ്പൊ വെള്ളം കഴിഞ്ഞ് ഇറങ്ങി ചോദിച്ചു അല്ല തുഴച്ചിക്കാർ ആരെങ്കിലും പറയട്ടെ കൊടുക്കാൻ മുട്ടും ഇങ്ങനെ പറയും. നമ്മൾ ഇങ്ങനെ നോക്കിക്കില്ല അവരെ നോക്കി ഇങ്ങനെ നിൽക്കുക. നമ്മൾ ആ പുള്ളി കൊടി അടിക്കുന്നതാണ്. ആ കൊടിക്ക് ആദ്യത്തെ തുഴ കുത്തുക എന്നുള്ളത്. പിന്നെ അത് ഒറ്റ എടുപ്പല്ലേ, നോക്കിയെന്നില്ല വെള്ളത്തിൽ കിടക്കും. അത് വേറെ കാര്യം. അതാണ് ഭയങ്കര ശ്രദ്ധയാണ്. ഇത് ചുമ്മാതാണെന്നാണ് നിങ്ങളുടെ നമ്മളിവിടെ ഇരുന്ന് കൈ കൊട്ടുന്നു, ആവേശം മുമ്പേ പോകുന്നത് കാണുന്നു. നേരത്തെ 1350 മീറ്റർ ആയിരുന്നു ദൂരം. ഇപ്പൊ കുറച്ച് 1150 മീറ്റർ ദൂരമാണ്. ഈ ദൂരം തുഴഞ്ഞെടുക്കാൻ 4.5 മിനിറ്റ്. നമ്മൾ 4.5 മിനിറ്റ് ഒന്ന് കൂട്ടിക്കും. 4:19 4:18 എൻ്റെ കറക്റ്റ് ടൈം ഓർമ്മയില്ല. അതാണ് എൻ്റെ ആ ടൈമിൽ നിങ്ങളൊരു വള്ളം ഒന്ന് നിങ്ങൾ തുഴഞ്ഞു നോക്കുക. അപ്പോൾ അറിയാം. അതാണ് ലോകത്ത് ആർട്സും സ്പോർട്സും കൂടെ മിക്സ് ചെയ്ത വേറെ ഒരു പരിപാടി ഇല്ല. ഇവിടെ വന്നിറങ്ങിയ ബോട്ടേൽ ഇവിടെ വരെ സ്പീഡ് ബോട്ടേ വന്നിട്ട് ഇതിലോട്ടൊന്ന് കയറാൻ പറ്റ പാട് നമുക്കറിയാം. അത് അങ്ങനെയാണെ കഷായം എടുത്തില്ല. അതാ അല്ല അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഈ വള്ളംകളി ദിവസം ഇവിടെ തന്നെ ഉണ്ടാവണം തീരുമാനമാണ്. വീട്ടിലെ കാണാനുള്ള പരിപാടിയാണ്. ബാക്കി ആവേശ പരിപാടികളെല്ലാം അല്ല അത് വള്ളംകളി ആയതുകൊണ്ട് ഇവിടെ നിന്നതാണോ? അല്ല ഇതിന് വീട്ടിൽ ഇന്നൊരു ഫംഗ്ഷൻ നടക്കുക. അപ്പോൾ പോകണം. വള്ളംകളി എവിടെ ഉണ്ടോ ഇപ്പം നാടകത്തിൽ എത്തിയതിന് ശേഷം നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ വന്ന് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തുഴയാൻ പറഞ്ഞായിരുന്നു. അതെ, നാടകത്തിൽ സജീവമാകുമ്പോൾ ഏതെങ്കിലും അമ്പലപ്പുറമ്പിൽ പള്ളിപ്പുറമ്പിലായിരിക്കുമല്ലോ നമ്മൾ. അപ്പോൾ അത് കാരണം കാണാൻ പറ്റില്ല, തുഴയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഒരു 15 വർഷങ്ങളായി തുഴഞ്ഞിട്ട് സിനിമ വള്ളംകളി തിരിച്ചു തന്നു. എന്തായാലും നമുക്കപ്പോൾ ആ ആവേശത്തിൽ നമുക്ക് തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ അടിപൊളി ഇടിതടി